രാഹുൽ ഗാന്ധിയുടെ കല്യാണം എന്തായി? അദ്ദേഹത്തിന്റെ കല്യാണവും കുടുംബത്തെക്കുറിച്ചുള്ള പ്ലാൻ എന്താണ്? കാശ്മീരി പെൺകുട്ടികളുമായിട്ടുള്ള രാഹുൽ ഗാന്ധിയുടെ വളരെ ഹൃദ്യമായ സംഭാഷണമാണ് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ചയായത്. So, what do you think about marriage? What are your thoughts? I've outlasted that pressure for 20-30 years now. Do you But I plan? think it's a good thing. Do you plan on getting married? Yeah, I mean, I don't plan it, but if it happens... So please do invite us that day. So because you need to know. നമസ്കാരം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം രണ്ടുപേരുടെ കല്യാണത്തെക്കുറിച്ചാണ് സമൂഹം ചർച്ച ചെയ്തിട്ടുള്ളത്. ഒന്ന് ശ്രീ രാഹുൽ ഗാന്ധിയാണ്, ഒന്ന് സൽമാൻ ഖാനാണ്. സൽമാൻ ഖാനും ഇപ്പം അൺമാരീഡ് ആണ്, രാഹുൽ ഗാന്ധിയും അൺമാരീഡ് ആണ്. രണ്ടുപേരെ കുറിച്ചും കഴിഞ്ഞൊരു 20-25 വർഷങ്ങളെങ്കിലുമായി അവരുടെ കല്യാണത്തെക്കുറിച്ചുള്ള ചർച്ചകൾ, അല്ലെങ്കിൽ ഒരുപക്ഷെ 30 വർഷങ്ങളായി കല്യാണത്തെക്കുറിച്ചുള്ള ചർച്ചകൾ പലപ്പോഴും കേൾക്കാറ്. ആലോചിച്ച് നോക്കുക, 2.5 ദശാബ്ദം 3 ദശാബ്ദം നീണ്ടു നിൽക്കുന്ന കല്യാണ ചർച്ചകൾ. ഇതിന് സമാനമായി ശ്രീ രജനീകാന്തിന്റെ രാഷ്ട്രീയ പ്രവേശനം മാത്രമാണ് ഇത്രയും കാലം ഒരു പക്ഷേ ചർച്ച ചെയ്തത്. ഇപ്പൊ രാഹുൽ ഗാന്ധിയുടെ കല്യാണത്തിന് വലിയ രാഷ്ട്രീയ സാമൂഹിക പ്രാധാന്യമുണ്ട്. ഇന്ത്യയുടെ ഏറ്റവും ശക്തമായ സാമൂഹിക രാഷ്ട്രീയ കുടുംബമാണ് നെഹ്റു ഗാന്ധി കുടുംബം. ആ നെഹ്റു ഗാന്ധി കുടുംബത്തിന്റെ അടുത്ത തലമുറ ആരാണ്? ഇനി പ്രിയങ്കയുടെ മക്കളാണോ, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ കുടുംബമാണോ? വലിയ ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയെക്കുറിച്ചൊരു ഫേക്ക് ന്യൂസ് നമ്മുടെ വലതുപക്ഷത്ത് നിൽക്കുന്ന പല മാധ്യമങ്ങളും കൊണ്ടുവന്നപ്പോഴും പല ആൾക്കാരും പറഞ്ഞത് രാഹുൽ ഗാന്ധിക്ക് മക്കളുണ്ടെങ്കിൽ നമ്മൾ സ്വാഗതം ചെയ്യുന്ന. ഇപ്പോൾ രാഹുൽ ഗാന്ധി കാശ്മീരിലെ പെൺകുട്ടികളോടുള്ള ഇന്ററാക്ഷൻ, അവര് രാഹുൽ ഗാന്ധിയോട് ചോദിക്കുന്നുണ്ട്, താങ്കളുടെ കല്യാണം എന്താണ്? രാഹുൽ ഗാന്ധി പറയാണ്, കഴിഞ്ഞ 20-30 വർഷങ്ങളായി എൻ്റെ വീട്ടുകാരിൽ നിന്ന് ആ പ്രഷർ ഞാൻ അതിജീവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന്. എനിക്ക് എല്ലാം ഹൃദ്യമായി തോന്നിയത്, നമ്മുടെയൊക്കെ വീട്ടിൽ സംസാരിക്കുന്ന പോലെ സോണിയാഗാന്ധി യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധി ഇങ്ങനെ പ്രഷറൈസ് ചെയ്യുമായിരിക്കും. മോനെ നീ കല്യാണം കഴിക്കുന്നില്ലടാ, നീ കെട്ടടാ, എനിക്കൊരു കൊച്ചു മോനെ വേണം എന്നൊക്കെ പറഞ്ഞ് ഒരു പക്ഷേ നമ്മുടെ സോണിയാഗാന്ധി മാഡം പ്രഷറൈസ് ചെയ്യുന്നുണ്ടായിരിക്കും. രാഹുൽ ഗാന്ധി അപ്പോൾ ഞാൻ ആ പ്രഷർ 30 വർഷമായി അതിജീവിച്ചിരിക്കുന്നു. അപ്പം വേറൊരു പെൺകുട്ടി ചോദിക്കുന്നുണ്ട്, അപ്പം പ്ലാനിങ് മാരീഡ് ആണോ എന്ന്. രാഹുൽ ഗാന്ധി പറയുന്നുണ്ട്, ഞാൻ പ്ലാൻ ഒന്നും ചെയ്യുന്നില്ല, സംഭവിക്കുകയാണെങ്കിൽ സംഭവിക്കട്ടെ. അപ്പോൾ കാശ്മീരി പെൺകുട്ടികൾ പറയുന്നു, രാഹുൽ ഗാന്ധിയെ കല്യാണത്തിന് ഇൻവൈറ്റ് ചെയ്യണമെന്ന്. രാഹുൽ ഗാന്ധി ഉറപ്പായിട്ടും ഇൻവൈറ്റ് ചെയ്യാം എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് രാഹുൽ ഗാന്ധി പല കുട്ടികളും അവർ കല്യാണം കഴിക്കാൻ പോകുന്നതിൻ്റെ കാര്യങ്ങളും മറ്റും സംസാരിച്ചപ്പോൾ അതിൻ്റെ പ്രഷറും കാര്യങ്ങളും അതിൻ്റെ എന്താ പറയുക ഇൻഹിബിഷൻസും പേടികളും ഒക്കെ രാഹുൽ ഗാന്ധി പലപ്പോഴും സംസാരിക്കുന്നുണ്ട്. ഇത്തരം കാര്യങ്ങൾ വളരെ പ്രസക്തമാണ്. ഇതിന് രാഷ്ട്രീയത്തിന് അതീതമായൊരു കാര്യമുണ്ട്. അതായത് പൊതുവേ നമ്മുടെ രാഷ്ട്രീയക്കാർ നിയമം, നയം, കോൺസ്റ്റിറ്റ്യൂഷൻ, വലിയ വലിയ കാര്യങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അങ്ങനെ തന്നെ ആവണം. എന്നാൽ അതോടൊപ്പം വ്യക്തി ജീവിതം എങ്ങനെ മെച്ചമാക്കാം, വ്യക്തി ജീവിതത്തിലെ കാര്യങ്ങൾ, ഇവരുടെ പേഴ്സണൽ സൈഡ്, ഈ പേഴ്സണൽ സൈഡ് അറിയുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ അവരോട് ഇഷ്ടവും തോന്നും, താല്പര്യവും തോന്നും. എല്ലാവരും അങ്ങനെയാണ്, അങ്ങനെ തന്നെയാണോ? നരേന്ദ്രമോദിയുടെ അമ്മയെക്കുറിച്ച്, നരേന്ദ്രമോദി പ്രധാനപ്പെട്ട ഉത്സവങ്ങളിൽ അമ്മയുടെ അടുത്ത് പോകുന്നു, അമ്മയുടെ അനുഗ്രഹം തേടുന്നു. അല്ലെങ്കിൽ നരേന്ദ്രമോദിയുടെ ചെറിയ പ്രായത്തിൽ ഈദിന് അദ്ദേഹത്തിൻ്റെ മുസ്ലിം സുഹൃത്തുക്കളുടെ ഫാമിലിയിൽ നിന്നാണ് ആഹാരം കഴിച്ചിരുന്നത്, അദ്ദേഹത്തിന് ആഹാരം വരാറുള്ളത്. അബ്ബാസ് എന്ന് പറഞ്ഞ വളരെ അടുത്തൊരു ചൈൽഡ്ഹുഡ് ഫ്രണ്ട്, അതായത് ഒരു മുസ്ലിം സമുദായത്തിലെ വ്യക്തിയാണ്, ഉണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ നരേന്ദ്രമോദി ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. ഒരുപാട് പേര് ചോദിക്കാറുണ്ട്, ഇതൊക്കെ പറയേണ്ട കാര്യമുണ്ടോ? ഇവരുടെ വ്യക്തി ജീവിതം, രാഹുൽ ഗാന്ധി ആണെങ്കിലും ശ്രീ നരേന്ദ്രമോദി ആണെങ്കിലും അരവിന്ദ് കെജ്രിവാൾ ആണെങ്കിലും ഇനി ശ്രീ പിണറായി വിജയൻ ആണെങ്കിലും അല്ലെങ്കിൽ ശശി തരൂർ ആണെങ്കിലും ആരാണെങ്കിലും, പെട്ടെന്ന് ഓർമ്മ വരുന്ന 2-3 നേതാക്കളെ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇവരുടെ വ്യക്തി ജീവിതവും നമ്മളെ ഇൻസ്പയർ ചെയ്യണം. അതുകൊണ്ടാണ് എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശമെന്ന് മഹാത്മാഗാന്ധി പറയുന്നത്. ആ ജീവിതത്തിലെ നല്ല മൂല്യങ്ങൾ, അവരുടെ ബന്ധം, അവരുടെ പരസ്പരമുള്ള ഇഷ്ടം, അവരുടെ ജീവിതത്തിലെ പിണക്കങ്ങൾ, അവരെങ്ങനെ അത് സോൾവ് ചെയ്യുന്നു, അവരുടെ ജീവിതത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ, ഇതെല്ലാം പോസിറ്റീവ്ലി നമ്മളെ ഇൻസ്പയർ ചെയ്യട്ടെ. രാഹുൽ ഗാന്ധിയുടെ ഈ കോൺവെർസേഷൻ നിയർലി 4 to 5 മില്യൺ വ്യൂസോളമാണ് പോയിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം ഭരണഘടനയെക്കുറിച്ച് പറയുന്ന പ്രാധാന്യം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വ്യക്തി ജീവിതത്തെക്കുറിച്ചും പറയുന്നതിന് നമ്മൾ കൊടുക്കേണ്ടത്. അതൊരു എന്താ പറയണേ, അൺമാരീഡ് ആയ ബാച്ചിലർ, ഒരു യങ്സ്റ്റർ, ഒരു സീനിയർ യങ്സ്റ്ററിൻ്റെ ചിന്തകളൊക്കെയാണ്. അതിനോട് കണക്ട് ചെയ്യാൻ പലപ്പോഴും കഴിയും. അപ്പോൾ രാഹുൽ ഗാന്ധി എളുപ്പം കല്യാണം കഴിക്കട്ടെ. കൊളംബിയൻ ഡ്രഗ് മാഫിയയുടെ മക്കളെ അല്ലാതെ സാധാരണ ഏതെങ്കിലും ഒരു ഇന്ത്യക്കാരെയോ, അല്ലെങ്കിൽ എവിടെ നിന്നാണെങ്കിലും, വിദേശത്ത് നിന്നാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഇന്ത്യക്കാരിയാണെങ്കിൽ അങ്ങനെ കല്യാണം കഴിക്കട്ടെ. അദ്ദേഹത്തിന് കുടുംബം ഉണ്ടാകട്ടെ. അദ്ദേഹത്തിന് എല്ലാ പ്രാർത്ഥനകളും നേരുന്നു. രാഹുൽ ഗാന്ധിയുടെ ഈ കോൺവെർസേഷൻ വളരെ ഹാർട്ട് ടച്ചിങ് ആയി തോന്നി. നിങ്ങൾ നിങ്ങളുടെ നിലപാടുകൾ കമന്റ് രൂപത്തിൽ ഇടുക. എല്ലാ കമന്റും ഞാനിത് വായിക്കുന്നുണ്ട്. എൻ്റെ വീഡിയോസ് കുറെ കൂടെ മെച്ചമാകാനും ഞാനെന്ന വ്യക്തിക്ക് കൂടുതൽ പഠിക്കാനും ആ കമന്റുകൾ സഹായിക്കും. തീർച്ചയായിട്ടും ഇതിനെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ക്വാളിറ്റിയുള്ള കണ്ടന്റ്, കൂടുതൽ സമയം ഇതിനുവേണ്ടി സ്പെൻഡ് ചെയ്യാനൊക്കെ അത് വലിയൊരു ഉത്തേജനം ഉണ്ടാകും എനിക്ക്. എല്ലാ അത്തരം കമന്റുകളും എന്നെ പ്രചോദിപ്പിക്കുകയും ചെയ്യും. നിങ്ങളുടെ ആ കമന്റ്സ്, നിങ്ങളുടെ ലൈക്സ്, നിങ്ങളുടെ സ്നേഹം, നിങ്ങളുടെ ആദരം, നിങ്ങളുടെ എല്ലാ പോസിറ്റീവ് ക്രിറ്റിസിസം, നെഗറ്റീവ് ക്രിറ്റിസിസം, ഫീഡ്ബാക്ക് ഞാനെന്ന വ്യക്തിയെ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കുകയും ചെയ്യും. നമസ്കാരം.